ലോക ചരിത്രത്തിൽ ഇതാദ്യമായി ഈശ്വര ശക്തികൾക്ക് ജീവചൈതന്യം കൊടുക്കുന്ന ഏക സ്ഥലം. ഇതൊരു ചരിത്രത്തിലും രേഖപ്പെടുത്തിയിട്ടില്ല. ഇതിനു മുൻപ് കേട്ട് കേൾവി പോലുമില്ല. കലിയുഗ അവതാരത്തിന്റെ ലക്ഷ്യം തന്നെ ഈശ്വര ശക്തികൾക്ക് പുനർചൈതന്യം കൊടുക്കുക എന്നതാണ്. ഇതിലൂടെ മനുഷ്യർക്കും എല്ലാ ജീവജാലങ്ങൾക്കും എല്ലാത്തിനും. ഇത് പരമമായ സത്യമാണ്. അനുഭവത്തിൽ മാത്രം വിശ്വസിച്ചാൽ മതി. ഇതാ മഹാ അത്ഭുതങ്ങൾ ഭാരതിയമ്മയിലൂടെ എത്തുന്നു. ജാതിമത ഭേദങ്ങൾ ഒന്നും തന്നെയില്ല. ആർക്കാണോ ഈ മഹാഭാഗ്യം ഏറ്റുവാങ്ങാൻ വിധിയുള്ളവർ അവർ വരട്ടെ. അനുഭവത്തിലൂടെ അവനവന്റെ മനസ്സിലെ കറകൾ ഇല്ലാതാക്കി ഭഗവാനിൽ അർപ്പിച്ച് ഈ മഹാഭാഗ്യം ഏറ്റുവാങ്ങുക. ഈ സത്യം അനുഭവിച്ചറിയുക. ഇവിടെയുള്ള ദൈവത്തിന്റെ പേര് ജനകത ഔഷന്നു ഇലുഷനും ജനകത ഔഷന്നു ഇലു ഇഷാനിയുമാണ്. ഇതിനു പുറമെ നവചകന്മ എന്ന പുതിയ സൃഷ്ടിയുമുണ്ട്. അത് ഓരോ ഈശ്വരശക്തിയുടെയും ജീവചൈതന്യ രൂപത്തിൽ നിന്ന് ഉടലെടുത്തതാണ്. ഈ നവചകന്മ ഇവിടെ വരുന്ന ഓരോ സ്ത്രീകളുടെയും ശരീരത്തിൽ പ്രവേശിക്കുന്നു. അവരിൽ നിന്ന് ഈ സൃഷ്ടി ഭാരതിയമ്മയുടെ ശരീരത്തിൽ പ്രവേശിച്ച് ചൈതന്യമെടുക്കുന്നു. അത് ഇവിടെ വരുന്ന എല്ലാവർക്കും അറിയാം. അനുഭവത്തിലൂടെ മാത്രം വിശ്വസിച്ചാൽ മതി. ഈ മഹാഭാഗ്യം ഏറ്റുവാങ്ങാൻ വിധിയുള്ളവർ വരട്ടെ. ഞാൻ രാജേന്ദ്രൻ നെയ്യാറ്റിൻകരയിൽ നിന്നാണ് വരുന്നത്. 3 വർഷങ്ങൾക്ക് മുമ്പ് 3.5 വർഷത്തോളമായി ഇവിടെ വന്നിട്ട്. അന്ന് ഞാൻ ആദ്യമായി വന്നപ്പോൾ എനിക്കൊന്നും മനസ്സിലായില്ല. ഞാൻ തിരികെ പോയി. വീണ്ടും ഞാനും എൻ്റെ ഭാര്യയുമായിട്ട് ഇവിടെ വന്നു. അന്ന് കുറച്ച് ഭഗവാന്റെ കാര്യങ്ങൾ മനസ്സിലായി. പിന്നീട് ഇപ്പോൾ 3.5 വർഷം കൊണ്ട് മാസത്തിൽ 2, 3, 4 പ്രാവശ്യം ഞാൻ ഇവിടെ വരികയാണ്. എനിക്ക് ആദ്യമായി പറയാനുള്ളത്, എനിക്ക് ഭയങ്കരമായ ഒരു ജലദോഷം ഉണ്ടായിരുന്നു. ഞാനിനി ചികിത്സിക്കാൻ ഒന്നുമില്ല. ഇഷ്ടം പോലെ പാരസെറ്റമോളും വിക്സാക്ഷൻ 500 കഴിച്ച് മടുത്തു. അങ്ങനെ ജലദോഷം എൻ്റെ ഒരു വല്ലാത്ത ഒരു അസുഖമായി മാറി. ഞാൻ ആ ജലദോഷം ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് വന്നിരുന്നുവെങ്കിൽ ഞാനിപ്പോൾ ഒരു വലിയ രോഗിയായി മാറുമായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ ഇവിടെ വന്ന് പറ്റുകയും ഞാൻ ഭഗവാനോട് പറഞ്ഞ് എനിക്ക് ഈ ജലദോഷം ഒന്ന് മാറ്റി തന്നാൽ മതിയെന്ന് പറഞ്ഞു. ആ ജലദോഷമൊന്നും എനിക്ക് ഇപ്പോഴില്ല. ഞാനിപ്പോൾ മഴ നനയുന്നു, നടക്കുന്നു, എല്ലാം ഭഗവാന്റെ കാരണം കൊണ്ട് ആ ജലദോഷം 3.5 വർഷം കൊണ്ടങ്ങ് മാറി. അതുപോലെ തന്നെ എനിക്ക് മറ്റ് രോഗങ്ങളൊന്നും ഇല്ല. ഒരു മരുന്ന് ഞാൻ ഇപ്പോൾ കഴിക്കുന്നില്ല. അത് ഭഗവാന്റെ കാരുണ്യം കൊണ്ടാണ്. നല്ല വിശ്വാസമുണ്ട്. എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാൽ ഞാനിവിടെ വിളിച്ച് പറയും, അമ്മ എനിക്ക് ജലദോഷമാണ് അല്ലെങ്കിൽ പനിയാണ് എന്ന് പറഞ്ഞാൽ അപ്പം തന്നെ അതിനൊരു പരിഹാരം പറയും, അത് ചെയ്യും. അങ്ങനെ രോഗത്തിൽ നിന്നും ഞാൻ മുക്തി നേടി നടക്കുന്നു. ഒരു മരുന്നും ഇന്ന് 3.5 വർഷം കൊണ്ട് കഴിക്കുന്നില്ല. എൻ്റെ വീട്ടിൽ ആരും തന്നെ മരുന്ന് കഴിക്കുന്നില്ല. എൻ്റെ ഭാര്യയുടെ അമ്മ 90 വയസ്സായ ഒരു ആളെൻ്റെ വീട്ടിൽ നിന്നുകൊണ്ട് അവർ പ്രഷർ രോഗിയായിരുന്നു. വർഷങ്ങൾ കൊണ്ട് ബീറ്റാനിക്കാർഡിയ എന്ന് പറയുന്ന ഗുളിക കഴിച്ചുകൊണ്ടിരിക്കുന്ന ആളായിരുന്നു. ഇവിടെ ഞങ്ങൾ വന്നതിന് ശേഷം ഇവിടുത്തെ വിശേഷങ്ങൾ പറഞ്ഞതിന് ശേഷം ഭഗവാന്റെ ഇവിടുത്തെ പുസ്തകം കൊണ്ടുപോയി അത് വെച്ച് അവർ പ്രാർത്ഥിച്ച് ഇപ്പോൾ ആ ഗുളിക മതിയാക്കി. ഇപ്പോൾ ഒരു മരുന്നും കഴിക്കാതെയാണ് എൻ്റെ 90 വയസ്സുകാരിയായ എൻ്റെ അമ്മാവി എൻ്റെ വീട്ടിൽ കഴിയുന്നത്. അതുപോലെ എൻ്റെ ഭാര്യയ്ക്ക് പ്രഷർ ഉണ്ടായിരുന്നു, ഷുഗർ ഉണ്ടായിരുന്നു, തൈറോയിഡ് ഉണ്ടായിരുന്നു. അത് ഇവിടെ കൊണ്ടുവന്ന് ഭഗവാന്റെ കാരുണ്യം കൊണ്ട് അവളുടെ എല്ലാ അസുഖങ്ങളും മാറി. ഇപ്പോൾ ഒരു മരുന്നും കഴിക്കുന്നില്ല. അപ്പോൾ രോഗം ഭഗവാന്റെ കാരുണ്യം കൊണ്ട് ഞങ്ങളുടെ കുടുംബത്തിന് ഇപ്പോൾ ഇല്ല. മരുന്ന് വാങ്ങുന്ന പരിപാടിയും ഇല്ല. അപ്പോൾ അത് പോയിട്ട് ഞാൻ പണ്ട് അഗസ്ത്യർകൂടത്തിൽ പോകണമെന്ന് ആഗ്രഹിച്ചു. 83-ലാണ് ഞാൻ ആദ്യമായിട്ട് അഗസ്ത്യർകൂടത്തിൽ പോകുന്നത്. 3 പ്രാവശ്യം പോയിട്ടുണ്ട്. ആ പോകുന്നതിൻ്റെ ബുദ്ധിമുട്ടും വിഷമതകളും
അനുഭവിച്ച് മറ്റാർക്കും എൻ്റെ ഒരു സ്ത്രീയായ ഒരാളിന് പോകാൻ കഴിയാത്തൊരു മേഖലയാണെന്ന് ഞാൻ കരുതിക്കൂടിയിരുന്നു. അപ്പോൾ ഇവിടെ വന്നപ്പോൾ എൻ്റെ ഭാര്യ പറയായിരുന്നു എനിക്കൊന്ന് അഗസ്ത്യകൂടത്തിൽ പോയാൽ കൊള്ളായിരുന്നു. അപ്പോൾ പണ്ടൊക്കെ നമ്മൾ പോകുമ്പോൾ പാസ്സൊന്നും ഇല്ലായിരുന്നു. സോ നമ്മളെ കൊട്ടൂരിൽ നിന്ന് ഞങ്ങൾ ടീമായിട്ടാണ് അങ്ങ് പോകുന്നത്. അന്ന് ഫോറസ്റ്റിൻ്റെ പാസ്സോ മറ്റ് വിലക്കുകളൊന്നും ഇല്ലായിരുന്നു. നമുക്ക് ഇഷ്ടമുള്ള ദിവസം പോയി അവിടെ കണ്ടിട്ട് ഇഷ്ടം പോലെ പതുക്കെയോ വേഗത്തിലോ തിരിച്ചു വരാനോ കഴിയുമായിരുന്നു. ഇപ്പോൾ അങ്ങനെയല്ല, പാസ്റ്റിൻ്റെയൊക്കെ അനുമതി ഉണ്ടെങ്കിലേ അങ്ങോട്ട് വിടുള്ളൂ. അതുകൊണ്ട് എൻ്റെ ഭാര്യയ്ക്ക് പോകാൻ ആഗ്രഹമുണ്ട്. ഞാൻ എങ്ങനെയെങ്കിലും കൊണ്ടുപോകണമെന്ന് ആഗ്രഹിച്ചു. പക്ഷേ പോകാനുള്ള മാർഗമില്ലായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് ഒരു സാമൂഹ്യ പ്രവർത്തക എൻ്റെ ഭാര്യ വിളിച്ച് പറഞ്ഞു, മാഡം അഗസ്ത്യകൂടത്തിൽ പോകാൻ തയ്യാറാണെന്ന് കേട്ടു. അതേന്ന് പറഞ്ഞു. അങ്ങനെ അഗസ്ത്യകൂടത്തിൽ പോകാൻ തീരുമാനിച്ച് ഞാൻ ആ സ്ത്രീയോട് എൻ്റെ ഭാര്യ അയച്ചു. അപ്പോൾ അവർ പോകുമ്പോൾ വാക്കിംഗ് സ്റ്റിക്ക് വാങ്ങണം. അങ്ങനെ അപ്പോൾ ഇവർക്ക് ഈ മെഡിക്കൽ സ്റ്റോറിലോ മരുന്ന് വാങ്ങാൻ പോകാനോ താല്പര്യമില്ല. അപ്പോൾ മെഡിക്കൽ സ്റ്റോറിൽ ഈ വാക്കിംഗ് സ്റ്റിക്ക് ഉള്ളൂ, മെഡിക്കൽ കോളേജിൻ്റെ അടുത്തേ ഉള്ളൂ. അവിടെ പോയി ആ മെഡിക്കൽ സ്റ്റോറിൽ കയറാൻ കഴിയാതെ പുള്ളി തിരിച്ചു വന്നു ബോണക്കാട് പോയി അവിടെ ചെന്ന് ഒരു 10 രൂപ കൊടുത്തൊരു വാക്കിംഗ് സ്റ്റിക്ക് മാച്ചും കൊണ്ട് അഗസ്ത്യകൂടത്തിൽ പോയി തിരിച്ച് ഭംഗിയായിട്ട് വന്നു. അപ്പോൾ ഭഗവാന്റെ കാരുണ്യം കൊണ്ട് ഈ തെക്കൻ മേഖലയിലുള്ള എല്ലാ അമ്പലങ്ങളും, തിരുപ്പതി മുതൽ ഇങ്ങ് കാളഹസ്തി, പിന്നെ മൂകാംബിക, കുളജാദ്രിയും മൂകാംബികയിലൊക്കെ 2 പ്രാവശ്യം പോയി. അങ്ങനെ ഈ 3 വർഷം കൊണ്ട് നമ്മളെ തെക്കേ ഇന്ത്യയിലെ ഏകദേശമുള്ള അമ്പലങ്ങളിലും പോയി ദർശനം നടത്താനൊരു ഭാഗ്യം കിട്ടി. അത് തന്നെ ഒരു ജീവിതത്തിലൊരു വലിയ അനുഗ്രഹമായിട്ട്, അത് ഇവിടുത്തെ ഭഗവാന്റെ കാരുണ്യം കൊണ്ടാണ് ഇത് സംഭവിച്ചതെന്ന് എനിക്ക് നല്ല വിശ്വാസമുണ്ട്. ഞാൻ വീട് വെച്ചത് ഒരു വയലിൻ്റെ നടുവിലാണ്. അപ്പം ആദ്യം ഒരു കുഴൽക്കിണർ കുഴിച്ചു, അതിൽ വെള്ളം മോശമായി. പിന്നെ 2 റിങ് ഇറക്കിയുള്ള ഒരു കിണർ കുഴിച്ചു. അതിൽ ഈ 2 റിങ്ങിൻ്റെ ഇടയ്ക്ക് ചാർക്കോളും കരിയും മണലും ഒക്കെ ഇട്ട് ഫിൽട്ടർ ചെയ്താണ് കിണർ ഉണ്ടാക്കിയത്. ആ കിണറ്റിലെ വെള്ളവും ഓര് കാരണം വെള്ളം കുടിക്കാൻ നിവർത്തിയില്ലാതെ. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ ഭഗവാന്റെ പറഞ്ഞു, ഭഗവാൻ വെള്ളം കുടിക്കാൻ, നല്ല വെള്ളം കുടിക്കാൻ നിവർത്തിയില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു ഉടൻ കിട്ടുമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു സുപ്രഭാതത്തിൽ വീണ്ടും ഒരു കുഴൽക്കിണർ അടിക്കാൻ തീരുമാനിച്ചു. കുഴൽക്കിണർ അടിച്ചു. ഞാനിവിടെ വിളിച്ചു. അപ്പോൾ കുഴൽക്കിണർ ഇടിക്കുമ്പോൾ ഒരുപാട് തടസ്സങ്ങൾ, കുഴൽക്കിണർ കുടിക്കാൻ വന്നപ്പോൾ ഒരുപാട് തടസ്സങ്ങളുണ്ടായി. പഞ്ചായത്തുകാരും വില്ലേജും പിന്നെ കൃഷി വികസന ഓഫീസറും എല്ലാം വന്ന് ചെറുത്തു. അപ്പോൾ പെർമിഷൻ ഇല്ലാതെ നടത്താൻ പറ്റില്ല, കുഴിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷെ അവിടെയൊക്കെ ഞാൻ തരണം ചെയ്ത് അന്ന് തന്നെ ഞാൻ കിണർ കുഴിച്ചു. വെള്ളം കിട്ടി. ഇപ്പോൾ നല്ല വെള്ളം കിട്ടുന്നുണ്ട്. അതും ഭഗവാന്റെ കാരുണ്യം കൊണ്ടാണെന്നാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ ഞാനിവിടെ വന്ന് എനിക്ക് ഇത്രയൊക്കെ സുഖമായ പിന്നെ നേട്ടമുള്ളതുകൊണ്ട് എനിക്ക് അറിയാവുന്ന, എനിക്ക് വേണ്ടതൊക്കെ ആൾക്കാരോടൊക്കെ ഞാൻ ഇവിടുത്തെ വിശേഷങ്ങൾ പറയാറുണ്ട്. അങ്ങനെയുള്ള വളരെ ധാരാളം പേരിവിടെ വന്നിട്ടുണ്ട്. അതിൽ മെഡിക്കൽ കോളേജിൽ ജോലിയുണ്ടായിരുന്നൊരു കുട്ടിയുടെ അമ്മയ്ക്ക് ഭയങ്കരമായൊരു സീരിയസ് അസുഖം ഉണ്ടായി. അത് എൻ്റെ നാട്ടിലല്ല, പെരുങ്കടവിളേക്ക് കിഴക്കാണ്. അവരെ പെട്ടെന്ന് തന്നെ നാട്ടുകാരും ബന്ധുക്കളുമൊക്കെ ചേർന്ന് കാറിൽ കയറ്റി മെഡിക്കൽ കോളേജിലേക്ക് അയച്ചു. പക്ഷേ മെഡിക്കൽ കോളേജിൽ ഉദ്യോഗസ്ഥയായ മാർക്കറിയാം അവിടെ കൊണ്ടുപോയാൽ കിട്ടുന്ന ചികിത്സ എന്താണ്, ഈ അസുഖം മാറാൻ സാധ്യത ഉണ്ടോ ഇല്ലയെന്നൊരു ഇതൊരു വിഷമം പിടിച്ച സമയമായിരുന്നു. ആ കുട്ടി നേരെ ഇവിടെ കൊണ്ടുവന്ന് ഭഗവാന്റെ അടുത്ത് കൊണ്ടുവന്ന് കിടന്നു. 3 ദിവസം ഇവിടെ കിടന്നു. 3ൻ്റെ അന്ന് ഇവിടെ നിന്ന് ഭഗവാൻ പറഞ്ഞയച്ചു. അപ്പോൾ ഇതറിഞ്ഞിട്ട് ഞാൻ ആ അമ്മയെ പോയി കണ്ടപ്പോൾ ഇങ്ങനെ ചാരി ഇരുത്തിയിരിക്കുന്നൊരു പ്രേതത്തിൻ്റെ കളത്തിൽ. പക്ഷേ ഭഗവാൻ ആ അസുഖം മാറ്റിക്കൊടുത്തു. എൻ്റെ നാട്ടിലെ കൃഷ്ണൻകുട്ടി എന്ന് പറഞ്ഞ ആശാരി ഇങ്ങനെ നെഞ്ചിങ്ങനെ ചൊറിഞ്ഞ് നടക്കുമായിരുന്നു എപ്പോഴും. എന്താണ് കാര്യം എന്നിട്ട് പറഞ്ഞ്
അണ്ണാ പിന്നെ എനിക്കിങ്ങനെ നെഞ്ചിലൊരു ഭയങ്കര ഇതാണ്, ഒരു ജോലിയും ചെയ്യാൻ പറ്റുന്നില്ല, എപ്പോഴും ഇങ്ങനെ ചൊറിഞ്ഞ് വയ്യാന്ന് പറഞ്ഞു. അപ്പോൾ ഞാനിത് പറഞ്ഞു, കൃഷ്ണൻകുട്ടി ഒരു കാര്യം ചെയ്യും, ഇന്നടുത്ത് ഒന്ന് പോയി അമ്മ ഭഗവാനെ ഒന്ന് കണ്ടു നോക്കുമെന്ന് പറഞ്ഞു. പുള്ളി ഇവിടെ വന്ന് ഭഗവാനെ കണ്ട് കാര്യം പറഞ്ഞു. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അയാളുടെ ചൊറിച്ചിലങ്ങ് മാറി. ഞാൻ കണ്ട് അതിശയിച്ചു. ഇതെന്തോ മാരകമായ വിഷക്കടിയാണെന്നാണ് എനിക്ക് തോന്നിയത്. പക്ഷെ ആ വിഷക്കടിയ എന്ത് കടിയായിരുന്നാലും ഭഗവാൻ ഇവിടെ കൊണ്ട് മാറ്റം കൊടുത്ത് ഞാൻ കണ്ടു. അപ്പോൾ പിന്നെ എൻ്റെ ഭാര്യയ്ക്ക് ഇഷ്ടം ഒരു പ്രഷറുണ്ടായിരുന്നു, തൈറോയിഡുണ്ടായിരുന്നു, മറ്റു പല രോഗങ്ങളും ഉണ്ടായിരുന്നു. എല്ലാം മാറി. ഇപ്പോൾ ഒരു മരുന്നും കഴിക്കാതെ ഞങ്ങളെ കുടുംബത്തിന് മരുന്നെന്ന് പറയുന്ന സാധനം വാങ്ങുന്നില്ല. സാധാരണ 2 പേര് പെൻഷനായി കഴിഞ്ഞാൽ മാസം തോറും 3000-5000 രൂപയൊക്കെയാണ് മെഡിക്കൽ സ്റ്റോറിൽ ഓരോരുത്തർ കൊടുക്കുന്നത്. പക്ഷേ അങ്ങനെ ഒരു 10 പൈസയുടെ ചിലവ് ഞങ്ങൾക്കില്ല. മനസ്സമാധാനമുണ്ട്, ശാന്തിയുണ്ട്, വീട്ടിലൊരു ഐശ്വര്യമുണ്ട്. നമ്മളൊന്നും ഭഗവാനെ വൈകുന്നേരം ആകുമ്പോൾ ധ്യാനിക്കാറുണ്ട്. എനിക്ക് അതിലപ്പുറം ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട്. അതെല്ലാം ഭഗവാൻ ഈ കൈ തന്നുകൊണ്ട് പോവുകയാണ്. ഇനിയും ഭഗവാന്റെ കാരുണ്യം എന്നിലുണ്ടാകണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.